ഹലോ ഫ്രണ്ട്സ്, കേരള PSCയുടെ എക്സാമിന് ഇംഗ്ലീഷിൽ നിന്നും 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സിനോണിംസ്. നമ്മൾ ഇതിനു മുമ്പ് 20 വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത 20 വാക്കുകൾ കൂടി നോക്കാം. ആദ്യത്തെ വാക്ക് കണ്ടൻസ്. കണ്ടൻസ് എന്നാൽ ഡൈജസ്റ്റ്. കണ്ടൻസിൻ്റെ സിനോണിമാണ് ഡൈജസ്റ്റ്. അതിൻ്റെ അർത്ഥം വരുന്നത് ചുരുക്കുക, സംഗ്രഹിക്കുക എന്നൊക്കെയാണ്. ലെതൽ. ലെതൽ ഡെഡ്ലി. ലെതലിൻ്റെ സിനോണിം ഡെഡ്ലി, മാരകമായ എന്നുള്ള അർത്ഥത്തിലാണ്. ഇൻസസെൻറ്റ്. ഇൻസസെൻറ്റ് അൺഎൻഡിങ്. ഇൻസസെൻ്റ് സിനോണിമാണ് അൺഎൻഡിങ്. ഇൻസസെൻറ്റ് അൺഎൻഡിങ്, നിരന്തരമായ, അവസാനമില്ലാത്ത എന്നുള്ള അർത്ഥം. ഫ്യൂഡ്. ഫ്യൂഡ് എന്നാൽ ക്വാറൽ, വഴക്ക്, തർക്കം എന്നാണ് അർത്ഥം വരുന്നത്. ഫ്യൂഡ്, ക്വാറൽ. ഫ്യൂഡ്, ക്വാറൽ. നെക്സ്റ്റ് പ്ലെതോറ. പ്ലെതോറ അബണ്ടൻസ്. പ്ലെതോറ അബണ്ടൻസ്, സമൃദ്ധി എന്നുള്ള അർത്ഥം വരുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കണ്ടൻസ്, ഡൈജസ്റ്റ്. കണ്ടൻസ്, ഡൈജസ്റ്റ്. ലെതൽ, ഡെഡ്ലി. ലെതൽ, ഡെഡ്ലി. ഇൻസസൻ, അൺഎൻഡിങ്. ഇൻസസൻ, അൺഎൻഡിങ്. ഫ്യൂഡ്, ക്വാറൽ. ഫ്യൂഡ്, ക്വാറൽ. പ്ലെതോറ അബണ്ടൻസ്. പ്ലെതോറ അബണ്ടൻസ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. പെരിലസ്, ഡേഞ്ചറസ്. പെരിലസ്, ഡേഞ്ചറസ്, മാരകമായ. പെരിലസ്, ഡേഞ്ചറസ്. പേജിയൻ, ഷോ. പേജിയൻ, ഷോ എന്ന് വെച്ചാൽ പ്രദർശനം എന്നുള്ള അർത്ഥം. പേജിയൻ, ഷോ. നെക്സ്റ്റ് പ്രൊളിഫിക്, ഫെർട്ടൈൽ. പ്രൊളിഫിക്, ഫെർട്ടൈൽ, ഫലപുഷ്ടിയുള്ള, വളക്കൂറുള്ള എന്നുള്ള അർത്ഥം. പ്രൊളിഫിക്, ഫെർട്ടൈൽ. പെർസ്യൂം, സപ്പോസ്. പെർസ്യൂം, സപ്പോസ്. സപ്പോസ് എന്നാൽ വ്യാഖ്യാനിക്കുക, അനുമാനിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. പെർസ്യൂം, സപ്പോസ്. നെക്സ്റ്റ് പെർസ്പീഷ്യസ്, ക്ലിയർ. പെർസ്പീഷ്യസ്, ക്ലിയർ, വ്യക്തമായ, സുതാര്യമായ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതൊട്ട് നോക്കാം. പെരിലസ്, ഡേഞ്ചറസ്. പെരിലസ്, ഡേഞ്ചറസ്. പേജിയൻ, ഷോ. പേജിയൻ, ഷോ. prolific, fertile. Prolific, fertile. Persume, suppose. Persume, suppose. Perspicuous, clear. Perspicuous, clear. ഓക്കെ, നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. പെൻസീവ്, റിഫ്ലക്റ്റീവ്. പെൻസീവ്, റിഫ്ലക്റ്റീവ് എന്ന് വെച്ചാൽ ആലോചനാശീലമുള്ള, ചിന്താമഗ്നായ എന്നുള്ളൊരർത്ഥത്തിലാണ് വരുന്നത്. പെൻസീവ്, റിഫ്ലക്റ്റീവ്. നെക്സ്റ്റ് പിൽഫർ, സ്റ്റീൽ. പിൽഫർ, സ്റ്റീൽ എന്ന് വെച്ചാൽ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. പിൽഫർ, സ്റ്റീൽ. പോർട്രേ, ഡ്രോ, ചിത്രീകരിക്കുക എന്നുള്ള അർത്ഥം. പോർട്രേ, ഡ്രോ. പോർട്രേ, ഡ്രോ. പ്രൊഫൗണ്ട്, ഡീപ്പ്. പ്രൊഫൗണ്ട്, ഡീപ്പ്, ആഴമുള്ള എന്നുള്ള അർത്ഥം വരുന്നു. പെൻജൻറ്റ്, ലൈക്കിംഗ്. പെൻജൻറ്റ്, ലൈക്കിംഗ്, ഇഷ്ടമുള്ള, ഇഷ്ടം എന്നൊക്കെയുള്ള അർത്ഥം. ഒന്നുകൂടി നോക്കാം. പെൻസീവ്, റിഫ്ലക്റ്റീവ്. പെൻസീവ്, റിഫ്ലക്റ്റീവ്. പിൽഫർ, സ്റ്റീൽ. പിൽഫർ, സ്റ്റീൽ. പോർട്രേ, ഡ്രോ. പോർട്രേ, ഡ്രോ. പ്രൊഫൗണ്ട്, ഡീപ്പ്. പ്രൊഫൗണ്ട്, ഡീപ്പ്. പെൻജൻറ്റ്, ലൈക്കിംഗ്. പെൻജൻറ്റ്, ലൈക്കിംഗ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻഡവർ, അറ്റംപ്റ്റ്. എൻഡവർ, അറ്റംപ്റ്റ്, പരിശ്രമം, പ്രയത്നം എന്നൊക്കെ അർത്ഥം വരുന്നു. എൻഡവർ, അറ്റംപ്റ്റ്. ഒബ്വിയസ്, ക്ലിയർ. ഒബ്വിയസ്, ക്ലിയർ, വ്യക്തമായ എന്നുള്ള അർത്ഥം. ഒബ്വിയസ്, ക്ലിയർ. അബ്സേർഡ്, ഫൂളിഷ്. അബ്സേർഡ്, ഫൂളിഷ്, മൂഢത്തരം, പൊട്ടത്തരം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അബ്സേർഡ്, ഫൂളിഷ്. അബ്സേർഡ്, ഫൂളിഷ്. ക്ലാൻഡസ്റ്റൈൻ, സീക്രട്ട്. ക്ലാൻഡസ്റ്റൈൻ, സീക്രട്ട്, രഹസ്യം, ഗൂഢമായ എന്നുള്ളർത്ഥം. ഫാറ്റുവസ്, സെൻസ്ലെസ്. ഫാറ്റുവസ്, സെൻസ്ലെസ്, അർത്ഥശൂന്യമായ എന്നർത്ഥം വരുന്നു. ഓക്കെ, എൻഡവർ, അറ്റംപ്റ്റ്. എൻഡവർ, അറ്റംപ്റ്റ്. ഒബ്വിയസ്, ക്ലിയർ. ഒബ്വിയസ്, ക്ലിയർ. അബ്സേർഡ്, ഫൂളിഷ്. അബ്സേർഡ്, ഫൂളിഷ്. clandestine, secret. Clandestine, secret. Fatuous, senseless. Fatuous, senseless.
ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. കണ്ടൻസ്, ഡൈജസ്റ്റ്, കണ്ടൻസ്, ഡൈജസ്റ്റ്. ലെതൽ, ഡെഡ്ലി, ലെതൽ, ഡെഡ്ലി. ഇൻസസൻറ്റ്, അൺഎൻഡിങ്, ഇൻസസൻറ്റ്, അൺഎൻഡിങ്. ഫ്യൂഡ്, ക്വാറൽ, ഫ്യൂഡ്, ക്വാറൽ. പ്ലതോറ, അബണ്ടൻസ്, പ്ലതോറ, അബണ്ടൻസ്. പെരുലസ്, ഡേഞ്ചറസ്, പെരുലസ്, ഡേഞ്ചറസ്. പേജിയൻ, ഷോ, പേജിയൻ, ഷോ. പ്രൊളിഫിക്, ഫെർട്ടൈൽ, പ്രൊളിഫിക്, ഫെർട്ടൈൽ. പെർസ്യൂം, സപ്പോസ്, പെർസ്യൂം, സപ്പോസ്. പെർസ്പീഷ്യസ്, ക്ലിയർ, പെർസ്പീഷ്യസ്, ക്ലിയർ. പെൻസീവ്, റിഫ്ലെക്റ്റീവ്, പെൻസീവ്, റിഫ്ലെക്റ്റീവ്. പിൽഫർ, സ്റ്റീൽ, പിൽഫർ, സ്റ്റീൽ. പോർട്രേ, ഡ്രോ, പോർട്രേ, ഡ്രോ. പ്രൊഫൗണ്ട്, ഡീപ്പ്, പ്രൊഫൗണ്ട്, ഡീപ്പ്. പെൻചൻറ്റ്, ലൈക്കിംഗ്, പെൻചൻറ്റ്, ലൈക്കിംഗ്. endeavor, attempt, endeavor, attempt. Obvious, clear, obvious, clear. Absurd, foolish, absurd, foolish. Clandestine, secret, clandestine, secret. Fatuous, senseless, fatuous, senseless. അപ്പോൾ ഈ 20 വാക്കുകൾ നിങ്ങൾ ഫോളോ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ 20 സിനോണിംസ് പഠിച്ചു. ഇപ്പോൾ മൊത്തം നമ്മൾ 40 സിനോണിംസാണ് പഠിച്ചത്. ഇത് 2 ദിവസം കൂടുമ്പോഴത്തേക്കും ഒന്ന് റിവൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയൂ. PSC നേടാൻ യാതൊരുവിധ എളുപ്പ വഴികളും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വിജയിക്കുക. താങ്ക് യു.